ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലവർ ബെഡൊക്കെ ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നമ്മുടെ കോവൽ വെച്ചു. പിന്നെ നമ്മൾ തന്നെ ഇവിടെ കുഴികളെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഴികളെടുത്ത് ഞാൻ ഇതിനകത്ത് നമ്മുടെ ഗാർഡൻ സോയിലിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ പാവലും പയറും ഒക്കെ ഇവിടെ നമ്മൾ പാകി നിർത്തിയത് കിളുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കുഴിച്ച് വയ്ക്കാൻ പോവുകയാണ്. പോമഗ്രാനൈറ്റിൻ്റെ ട്രീ കണ്ടല്ലോ, നമ്മുടെ തണുപ്പ് സമയത്ത് മൊത്തം പോയതായിരുന്നു. രണ്ട് പൊട്ടിക്കിളുത്ത് വരാൻ തുടങ്ങി. നമ്മുടെ ആപ്പിൾ ട്രീ പോലെ തന്നെ പൊട്ടിക്കിളുക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ, ഇങ്ങനത്തെ ഗാർഡൻ സോയിൽ പിന്നെ പോട്ടിംഗ് സോയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഹോം ഡിപ്പോയിലും വാൾമാർട്ടിലൊക്കെ അത് വാങ്ങിച്ചിട്ട് അതിനകത്താണ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കുറ്റിപ്പയർ ഞാൻ ഈ ചട്ടിക്കകത്തോടെ വെച്ചേ. കാരണം അതിങ്ങനെ വലുതായി വരുമ്പോൾ പയറിങ്ങനെ താഴോട്ട് വരുമ്പോൾ മണ്ണിൽ മുട്ടായിരിക്കാൻ നമ്മളിങ്ങനെ ഹൈറ്റുള്ള ചട്ടിക്കകത്ത് വെച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ ഈ മുരിങ്ങയുടെയും പാവലിൻ്റെയൊക്കെ പാവലല്ല, മുരിങ്ങയുടെയും നമ്മുടെ കരിയാപ്പിൻ്റെയൊക്കെ ചട്ടിക്കകത്തൂടെ ഞാൻ കുറ്റിപ്പയർ വെച്ച് കൊടുത്തു. അതിങ്ങനെ നീളമുള്ള പയറുണ്ടായി വരും. പിന്നെ ഞാൻ ഇവിടെ തേണ്ട കുറച്ച് കുറ്റിപ്പയർ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഇങ്ങോട്ട് വെച്ചു. പിന്നെ ഇവിടെ നമുക്ക് വേറെ നമ്മുടെ വെണ്ടയും ചീരയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പ് വെച്ചു. ഇവിടെ ചേമ്പ് ഇതൊക്കെ നമ്മുടെ ഒരാഴ്ച കഴിയുമ്പം വരുന്നതായിരിക്കും. പൊട്ടി രണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം, വേണ്ടേ വരുന്നുണ്ട്. ഇതൊക്കെ ചേമ്പ് വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ നമ്മുടെ നമ്മുടെ നീളമുള്ള പയറുണ്ടല്ലോ അത് വെച്ചു. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ തേണ്ട നമ്മുടെ ഒരു കരിയാപ്പ് പോയെന്ന് വിചാരിച്ചു, അതൊക്കെ പൊട്ടിക്കിളത്തു. ഇവിടെയൊക്കെ ഞാൻ കുറ്റിപ്പയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പാവൽ വെച്ചു. അതിൻ്റെ അപ്പുറമായിട്ട് ഞാൻ പടവലം വെച്ചു. അപ്പോൾ വലുതായതിനെ പാകി നിർത്തിയിരുന്ന് വലുതായതിനെ എല്ലാമാണ് പറിച്ചു വെക്കുന്നത്. അപ്പം നമ്മളവിടെ പടവലം വെച്ചു. ഉണ്ടോ പാവൽ, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഉണ്ടോ അതിൻ്റെ വെള്ളമാണ് ഈ കിടക്കുന്നത്. പിന്നെ അവിടെ നമ്മുടെ കോവൽ തണ്ടുകളെല്ലാം കുഴിച്ച് വെച്ചു. അതൊക്കെ പൊട്ടിക്കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോവൽ തണ്ടുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പാകി നിർത്തിയതിൽ നിന്ന് ആകുന്ന അനുസരിച്ച് നമ്മളെല്ലാത്തിനെയും ഇങ്ങോട്ട് പറിച്ച് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഫിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ്. നമ്മുടെ ബായ്ക്കാടിലെല്ലാം കുറച്ച് വെള്ളം കിടപ്പുണ്ട്. കണ്ടോ ഈ പുല്ലിനകത്തെല്ലാം അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.